Hi friends, I'm Sini from Teachable English Academy. നമ്മൾ ഇതുവരെയുള്ള വീഡിയോസ് വാച്ച് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. Today I'm going to speak about some super words which we can use on the telephone. എനിക്ക് ഒത്തിരി ക്വയറീസ് കിട്ടുന്നൊരു ഏരിയയാണ് എങ്ങനെയാണ് ടെലിഫോൺ കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഫ്രണ്ട് ഡെസ്കിലാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിലും നമ്മൾ എങ്ങനെ ഫോണിൽ സംസാരിക്കും. പലരുടെയും ആക്സെൻറ്റ് സമ്മതമായി ബി നേറ്റീവ് സ്പീക്കേഴ്സ് or they are really fluent in English. In those situations, how do we deal with this telephone conversation in English? ഇങ്ങനെയുള്ള അവസ്ഥയിൽ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകും. The problem with this telephone conversation is the questions are really unexpected and you don't have the time to prepare the answers. So you should depend on your listening skill 100%. First situation is you are answering a phone call formally. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു ഫോൺ വന്നു നമുക്കറിയില്ല ആരാണ്, absolutely formal. So, hello, this is Sini from Teachable English Academy. How can I help you? ഇനി ഇൻഫോർമൽ ആണെങ്കിൽ മേ ബി യുവർ കൊളീഗ് ഓർ യുവർ ഫ്രണ്ട്. നമ്മൾ ഫോണിൽ ഇപ്പോൾ ഫ്രണ്ട് ഡെസ്കിലൊക്കെ കാണാം ആരാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫോൺ നമ്പറൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അവരെ വിളിച്ച് അങ്ങനെ ആരാണ് എന്ന് ചോദിക്കേണ്ട. ജസ്റ്റ് ഹലോ ഹലോ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഹലോയിൽ നമുക്ക് അവരോട് ചോദിക്കുന്ന രീതിയിലാണ് ആ ഹലോ നമ്മൾ പറയുന്നത്. സോ ദേ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ എക്സ്പെക്ടിങ് എ ക്വസ്റ്റ്യൻ. സോ യു ഹാവ് ടു സേ ഓൺലി ഹലോ ഇൻ കേസ് ഓഫ് ഇൻഫോർമൽ. ഇഫ് യു മേക്ക് എ ഫോൺ കോൾ, നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് വിളിക്കുകയാണ്, എങ്ങനെ നമ്മൾ ഫോർമലായി അവർ ഫോൺ ചെയ്യും. ഹലോ, ദിസ് ഇസ് സിനി ഫ്രം ടീച്ചബിൾ ഇംഗ്ലീഷ് അക്കാഡമി. ഐ എം കോളിംഗ് അബൌട്ട്. ദെൻ യു സ്പെസിഫൈ ദ റീസൺ. മേ ബി you want to book an appointment or you just want to confirm the time of the meeting in the next week. So you just specify the reason after this. I repeat, hello, this is Sini from Teachable English Academy. I am calling about. Then you just specify the reason. In case of informal ആയാണ് നമ്മൾ ഒരാൾ വിളിക്കുന്നത്, we know that we are talking to a colleague or a friend. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പറയുന്നത്. Hello, this is Sini. I just wanted to call to confirm the meeting for the next week. That's it. Third situation is if you are asking for someone. So we can start the sentence like this. Hello, this is Sini from Teachable English Academy. Is Laura available? Or may I speak to Laura? ചില സിറ്റുവേഷൻസിൽ നമുക്ക് ആ വിളിക്കുന്ന ആളുടെ പേരറിയില്ല. മേ ബി വി നോ ദാറ്റ് ഇൻ വിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഹി ഓർ ഷീ ബിലോങ്സ് ടു. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് അറിയാം, പക്ഷെ ആളുടെ പേരറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ അവരെ ചോദിക്കും. Could you please connect me with someone in the accounting department or human resource office? ഇനി ഇൻഫോർമൽ കേസിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടാണ്, നമുക്ക് എങ്ങനെ അവരോട് സംസാരിക്കാം. ഹായ്, ദിസ് ഇസ് സിനി. ഈസ് ലോറ ഫ്രീ നൗ? നെക്സ്റ്റ് സിറ്റുവേഷൻ ആണ് പുട്ട് സമ്മൺ ഓൺ ഹോൾഡ്. നമ്മൾ പെട്ടെന്ന് ഫോൺ റിങ് ചെയ്ത് ഫോൺ എടുത്തു, അവരെന്തോ പറഞ്ഞു, നമുക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ പെട്ടെന്ന് വറി ചെയ്യാൻ തുടങ്ങി, പാനിക് ആവാൻ തുടങ്ങും. ഒരു ടിപ്പാണ് ഞാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. പുട്ട് സമ്മൺ ഓൺ ഹോൾഡ് വെൻ യു നീഡ് ടു തിങ്ക് ഓർ കാം ഡൗൺ. ദെൻ ടേക്ക് എ ഡീപ് ബ്രെത്ത്. ഒന്നും മനസ്സിലായില്ലെങ്കിൽ അവരോട് പറഞ്ഞത് ജസ്റ്റ് ഹോൾഡ് ഓൺ എ മൊമെൻറ്റ്. മേ ഐ പുട്ട് യു ഓൺ ഹോൾഡ്. അവർ ഹോൾഡ് ചെയ്യിക്കുക. ദെൻ വി ടേക്ക് എ ഡീപ് ബ്രെത്ത്. May I put you on hold? Or would you mind holding for a moment? Would you mind holding for a moment? അത്ര പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഹോൾഡ് ചെയ്യിക്കുക. എന്നാൽ നമ്മൾ ഡീപ് ബ്രെത്ത് എടുത്ത് നമ്മളൊന്ന് പ്രിപ്പയറായി നമ്മൾ അവരോട് ഇംഗ്ലീഷിൽ ആൻസർ ചെയ്യും. ഇനി ഇൻഫോർമലായ ആള് നമ്മൾ ഒരാളെ ഹോൾഡ് ചെയ്യുന്നെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സെൻറ്റൻസ് പറയാം. I'm going to put you on hold for a sec. സെക് എന്ന് പറയുന്നത് സെക്കൻഡിൻ്റെ ഷോർട്ടാണ്. വളരെ ഇൻഫോർമൽ ആണല്ലോ, അപ്പോൾ അത്രയും പറഞ്ഞാൽ മതി. I'm going to put you on hold for a sec. സിറ്റുവേഷൻ ആണ് ask to repeat or slow down. നമുക്കവർ പറഞ്ഞത് മനസ്സിലായില്ല, ഇത്ര ഫാസ്റ്റായിട്ട് നമുക്ക് തോന്നി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരോട് എങ്ങനെയാണ് അവരോട് റിപ്പീറ്റ് ചെയ്യാനോ സ്ലോ ഡൗൺ ചെയ്യാനോ പറയാം. I didn't catch that. Could you please say that one more time? Or I didn't quite understand. Could you say that once more? ഇനി ചില സിറ്റുവേഷൻസിൽ സ്പെല്ലിങ്ങുകളോ അഡ്രസ്സോ അങ്ങനെയൊക്കെ പറയാം, ഈ പേരോ ഒക്കെ പറയുമ്പോൾ നമുക്കത് അവരോട് മനസ്സിലായില്ല സ്പെല്ലിങ്.
അപ്പോൾ അതൊന്നും കൂടി പറയാനാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? Could you spell that please? Or could you spell that once again? അങ്ങനെ പറഞ്ഞാൽ നമ്മളൊന്നും കൂടി അത് റിപ്പീറ്റ് ചെയ്യും. നെക്സ്റ്റ് സിറ്റുവേഷൻ ഇസ് ടേക്ക് എ മെസ്സേജ്. ഫ്രണ്ട് ഡെസ്കിലാണ്, ചിലപ്പോൾ മാനേജറോ അല്ലെങ്കിൽ ബോസോ അവൈലബിൾ അല്ല, പക്ഷെ നമുക്കൊരു മെസ്സേജ് എടുക്കണം, ബോസിന് പാസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെയാണ് അത് ആ സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നത്? നമുക്ക് ഇങ്ങനെ പറയാം, ഐ എം സോറി ഷീ ഈസ് അവൈലബിൾ അറ്റ് ദ മൊമെന്റ്, ക്യാൻ യു ടേക്ക് എ മെസ്സേജ് ഫോർ ഹർ? ഓർ ഐ എം അഫ്രൈഡ് ഷീ ഈസ് അവേ അറ്റ് ദ മൊമെന്റ്, ബട്ട് ക്യാൻ ഐ ആസ്ക് യു ഈസ് കോളിംഗ് ആൻഡ് ടേക്ക് എ മെസ്സേജ് ഫോർ ഹർ? I'm going to give you a tip. Speak slowly and clearly when leaving a message. Next situation ആണ് end the phone call. ചിലർ പെട്ടെന്ന് മെസ്സേജ് എടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് ഹാങ് അപ്പ് ചെയ്യും. അതല്ല ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ട, ഒരു ഓഫീസ് അസിസ്റ്റൻറ്റ് ചെയ്യേണ്ട ജോലി. കറക്റ്റായിട്ട് എങ്ങനെ പറയണം? താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇഫ് യു ഹാവ് എനി അതർ ക്വസ്റ്റ്യൻസ് പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ലെറ്റ് മീ നോ. ഓർ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്, ഐ മേക്ക് ഷുവർ ഷീ ഗെറ്റ്സ് ദ മെസ്സേജ്. In informal ആണെങ്കിൽ എങ്ങനെയാണ്? Oh, nice to talk to you. I'll see you again. I believe these kinds of telephone phrases would be really helpful to make you more confident and professional in your workplace and in your daily life. So for more videos, please watch, like and subscribe our YouTube channel. Thank you so much.